റിപ്പോർട്ട് പുറത്തു വരുമെന്നൊരു ആദ്യം തീരുമാനിച്ചത് അങ്ങനെയാണ്. അതിനുശേഷം 2 ഹർജികൾ ഇതിനെതിരെ വരുന്നുണ്ട്. അതിൽ സജിമോൻ പാറയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മൊഴി കൊടുത്ത ആളുകൾക്ക് ഉൾപ്പെടെയും അതല്ലെങ്കിൽ അവരുടെയും ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായേക്കാം എന്നൊരു സൂചകം കൂടി ഹർജിയിലുണ്ടായിരുന്നു. ഈ മൊഴി കൊടുത്തിട്ടുള്ള പല ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മിറ്റി അങ്ങൊരു നിർദ്ദേശം വെച്ചത്. ഇറ്റ് ഹാസ് ടു ബി ഹൈലി കോൺഫിഡൻഷ്യൽ എന്നൊരു നിർദ്ദേശം വെച്ചത്. പക്ഷേ തുടർന്നു ഇപ്പോഴും അത് പുറത്തു വരുമ്പോൾ തങ്ങളുടെ മൊഴി നൽകിയവരുടെ പേരുണ്ടോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം വിജിലന്റും ആയിരുന്നു. തിരിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ അത്ര വിജിലൻസ് കീപ്പ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആളുകൾക്ക്, അതായത് മൊഴി നൽകിയ ആളുകൾക്ക് ഇത്തരം ജീവഹാനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഈ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഇല്ല എന്ന് സിദ്ദിഖ് പറഞ്ഞ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടതാണ്, ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിന്റെ പേരിലൊന്നും ഒരാളെ ഒന്നും ഒരു ഭീഷണിപ്പെടുത്തി നടത്താൻ സാധിക്കില്ല. നിങ്ങൾ ആലോചിച്ചു, അതൊക്കെ അങ്ങനെ അവർ ഭയപ്പെടുന്നുണ്ടാവാമായിരിക്കും. പക്ഷെ ആരാണ് ഇങ്ങനെ ഇതിന്റെ പേരിൽ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? അങ്ങനെയൊന്നും ഒരു ഭീഷണി നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ അതൊന്നും കണ്ണടച്ച് ഇരിക്കും തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഒരാളെയും ഭീഷണിപ്പെടുത്തുക, ഒരു ഭീഷണിപ്പെടുത്താൻ എന്തെങ്കിലും തെളിവ് വന്നാൽ തീർച്ചയായും ആ ഭീഷണിപ്പെടുത്തിയ ആൾ അകത്താകും. കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല. ഇതിന് മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു 10-20ഓളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിരുന്നു. അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ ഇത്തരമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിലും ഇല്ലാതെ പോകുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത്. കൃത്യമായിട്ട് ഓർമ്മയില്ല. അതങ്ങനെ ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ റെക്കമെൻഡേഷൻസിൽ അതായിരുന്നില്ല പ്രധാനമായിട്ട്. ഈ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമാണ് കൂടുതൽ പറഞ്ഞത്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് ഈ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം പലപ്പോഴും ഈ തുല്യ പ്രതിഫലം കൊടുക്കണം, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഈ സിനിമയിൽ അങ്ങനെ ഒരു വിവേചനം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിൽ സ്ത്രീകൾക്ക് കൂടുതൽ, ചില സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലമായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ, ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കൂടുതൽ. പക്ഷേ സ്ത്രീകൾ പ്രധാനമായിട്ട് ഉന്നയിച്ചത് അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ പ്രധാനപ്പെട്ട നടന്മാർക്കും നടിമാർക്കും ക്യാരവാൻ കൊടുക്കുന്നുണ്ട് ലൊക്കേഷനിൽ. എന്തുകൊണ്ട് വളരെ അടിസ്ഥാന സൗകര്യമായി ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല? ഇതൊക്കെ ഇഷ്യൂസ് അല്ലേ? ഇതെല്ലാം ഇഷ്യൂസാണ്. ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്നത്, അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല. ഇപ്പം ഞങ്ങൾ ഈ ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു നിർമ്മാതാവിന് എത്ര കാരവൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഇപ്പുറത്തോട്ട് മാറിക്കൊടുക്കാം, ഞങ്ങളൊരു 10 നടന്മാർ കൂടി ഒരു മുറിയിലിരിക്കാം, അല്ലെങ്കിൽ 5 പേര് ഒരു മുറിയിലിരിക്കാം, മറ്റത് ആ സ്ത്രീകൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാതെ ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാരവാഹി എന്നുള്ളതിൽ നിങ്ങളൊരു 3 കാരവനും കൂടി ഏർപ്പെടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പം ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതൊന്നും മുമ്പത്തെ പരിസ്ഥിതി അല്ല. ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കണം, നിങ്ങൾ ഏതെങ്കിലും സെറ്റ് പോയി നോക്കൂ, ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. അല്ലാതെ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് 4-5 വർഷം മുമ്പ് ശരിയാണ്, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്തരം നിർദ്ദേശങ്ങൾ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.